നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കെതിരെ ജീവപര്യന്തം തടവിന് വരെ സാധ്യതയുള്ള കുറ്റങ്ങൾ ചുമത്തി. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റോടുകൂടി ആകെ 11 പേർ അറസ്റ്റിലായി. ആർക്കും ജാമ്യം ലഭിച്ചിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി തന്ത്രിയിലെത്തി നിൽക്കുമ്പോൾ ബന്ധപ്പെട്ട ഉന്നതരാകെ ആശങ്കയിലായി. ഇനി ആരാണ് അടുത്ത ദൈവതുല്യൻ എന്നതാണ് കുഴക്കുന്ന ചോദ്യം. മകരവിളക്കിന് അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര ഈ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ തിങ്കളാഴ്ച നടക്കും. ചൊവ്വാഴ്ച തന്നെ വോട്ടെണ്ണലും ഉണ്ടാകും. ലഹരിയുടെ വിൽപ്പന ഉപഭോഗ കേന്ദ്രമായി ചങ്ങനാശ്ശേരി മാറുന്നുവെന്ന് റിപ്പോർട്ട്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിൽ മാത്രം 200ഓളം കേസുകളാണ് കഴിഞ്ഞ വർഷം ചാർജ് ചെയ്തത്. കണ്ണൂർ ഇരിട്ടി അയ്യൻകുന്നിൽ 4 പശുക്കളെ കൊന്ന കടുവ വനം വകുപ്പിന്റെ കൂട്ടിൽ വീണു. കടുവയെ വയനാട് കുപ്പാടി കടുവാ സങ്കേതത്തിലേക്ക് കൊണ്ടുപോയി. യുവതിയുടെ ശരീരത്തിൽ തിളച്ച പാലൊഴിച്ച് പൊള്ളിച്ച മഹേഷിനെ തിരുവനന്തപുരത്ത് ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിക്കൊപ്പം താമസിക്കുകയായിരുന്നു മഹേഷ്. കുട്ടികൾ നല്ല നിലയിലെത്തണ്ടേ? പഠനത്തിലും ജീവിതത്തിലും അവരെ മുന്നിലെത്തിക്കുവാൻ ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗിന് അവരെ വിധേയരാക്കൂ. ജീവിതത്തിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സൽപ്രവൃത്തി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സർവീസ് ഗ്ലോബൽ ഗേറ്റ്വേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏർലി ബ്രെയിൻ മാപ്പിംഗ് ആൻഡ് അക്കാഡമിക് കൗൺസിലിംഗ്. ഇപ്പോൾ വിളിക്കുക 8129516829. മറ്റൊരു നമ്പർ 9074746363. ബിഗ് ബോസ് താരം അഖിൽ മാരാറെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു. കൊട്ടാരക്കരയായിരിക്കും അഖിൽ മാരാർ മത്സരിക്കുകയെന്ന് റിപ്പോർട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് ചർച്ചയിൽ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പിറവം ഉൾപ്പെടെ കോതമംഗലവും കുട്ടനാടും ആവശ്യപ്പെടുമെന്ന് സൂചന. TM ജേക്കബിന്റെ കാലത്ത് 4 സീറ്റുകളിൽ പാർട്ടി മത്സരിച്ചിരുന്നു. കേരളത്തിൽ NDAയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ വരുമെന്ന് ശോഭാ സുരേന്ദ്രൻ. പാർട്ടി എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും അനുസരിക്കും, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ഫ്രാങ്കോ ബിഷപ്പിനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ നീതിയുടെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് സിസ്റ്റർ റാണിറ്റ് പറഞ്ഞു. ഏഷ്യാനെറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനു വി ജോണിനോട് സംസാരിക്കുകയായിരുന്നു സിസ്റ്റർ റാണിറ്റ്. വിവരം പറഞ്ഞപ്പോൾ സഭ ഒറ്റപ്പെടുത്തിയെന്നും സിസ്റ്റർ റാണിറ്റ് പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.